ഹായ് ഹലോ മക്കളെ, നമ്മളപ്പോ രണ്ടാമത്തെ പാഠഭാഗവുമായാണ് വന്നിരിക്കുന്നത് അല്ലെ. രണ്ടാമത്തെ പാഠഭാഗത്തിലേക്ക് നമ്മൾ കടന്നു. രണ്ടാമത്തെ പാഠഭാഗം നമ്മുടെ തീരാറായി. വളരെയധികം താല്പര്യത്തോടു കൂടി എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാഠഭാഗമാണ് നമ്മുടെ ഋതുയോഗം എന്ന് പറയുന്ന പാഠഭാഗം അല്ലെ. ആ പാഠഭാഗത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ആ കഥാപാത്രങ്ങളെ അത്രയും സൂക്ഷ്മമായി വിശദീകരിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് അവരുടെ ഐതിഹ്യ പ്രാധാന്യം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതില് പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഋതുയോഗം എന്ന പാഠഭാഗത്തില് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ഇത്രയൊക്കെ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരികയുള്ളൂ. ഇതിൽ കുറെ ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അതിൽ ഏതൊക്കെ ശ്ലോകമാണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ശ്ലോകങ്ങളും പഠിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും പ്രാധാന്യത്തോട് കൂടിയിട്ട് ഏതൊക്കെ ശ്ലോകങ്ങളാണ് നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ലൈഡിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇന്ന ശ്ലോകങ്ങളാണ് എപ്പോഴും ആവർത്തിച്ച് വരാറുള്ളത്. അത്രയും ശ്ലോകങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കേട്ടിരിക്കാനും പഠിക്കാനും താല്പര്യത്തോടു കൂടി ഇരിക്കുകയാണെന്ന മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് ഋതുയോഗം എന്നാണ്. ഇവിടെ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ചോദ്യവും നമ്മൾ മുറുകെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. തുടങ്ങുമ്പോ ഞാൻ പറയുകയാണ്, ഈ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രം എല്ലാവരും ശ്രദ്ധിച്ചു അല്ലെ. ഈ ചിത്രം വളരെയധികം ശ്രദ്ധേയമായ ഒരു ചിത്രമാണ്. മലയാള സാഹിത്യത്തിലും സിനിമാ സാഹിത്യങ്ങളിലും ഒക്കെ നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ ഈ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. കാണാൻ പറ്റിയിട്ടുള്ള കുറെ പേർക്ക് എന്തായാലും ഇത് കാണാൻ പറ്റിയിട്ടുണ്ടാവും സ്വന്തം വീടുകളിലെങ്കിലും അല്ലെ. ഈ ഒരു ചിത്രം മലയാള സാഹിത്യത്തിലെ അതല്ലെങ്കിൽ സിനിമാ ജീവിതത്തെയൊക്കെ മാറ്റിമറിച്ച ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ ശകുന്തളയെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് തോഴിമാരും അവിടെയുണ്ട് അല്ലെ. അപ്പോ ശകുന്തള തന്റെ കാലിൽ ദർഭമുന കൊണ്ടു എന്ന വ്യാജേനെ ദുഷ്യന്തനെ നോക്കുന്ന ഒരു ചിത്രമാണിത്. ഈ ഒരു സംഭാഷണ ഭാഗം പല സിനിമകളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഐതിഹ്യം എന്താണ് എന്നത് അന്വേഷിച്ചുകൊണ്ടാണ് ഈ പാഠഭാഗം ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിലെ കഥാപാത്രങ്ങളെ അത്രയും നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവും. കഥ ഒന്ന് ചുരുക്കി പറയുകയാണ്. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം അല്ല പറയുന്നത്. അതിനു മുന്നേ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു നാടകം നടക്കാൻ വേണ്ടിയിട്ടുണ്ടായ സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കി ഒന്ന് അവതരിപ്പിക്കുകയാണ്. വിശ്വാമിത്രൻ തപസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വാമിത്രൻ തപസ് ചെയ്തത്? ഇന്ദ്രന്റെ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. ഇന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ഇന്ദ്രൻ. ഈ ഇന്ദ്രന്റെ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് വിശ്വാമിത്രൻ തപസ് ചെയ്യുകയാണ്. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാമിത്രനോട് ഒരേ ഒരാൾക്ക് ദേഷ്യം തോന്നുകയാണ് അല്ലെ. തന്റെ സ്ഥാനം നഷ്ടമാകുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ദ്രൻ ഇതെങ്ങനെയെങ്കിലും മുടക്കണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എങ്ങനെ മുടക്കും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സ്വർഗത്തിലെ നർത്തകിമാരായ സുന്ദരിമാരായിട്ടുള്ള 3 സ്ത്രീകളുണ്ട് അല്ലെ. മേനക, രംഭ, തിലോത്തമ. ഇവരിൽ ഏറ്റവും സുന്ദരി ആരാണ് എന്ന് ആലോചിച്ചപ്പോഴാണ് മേനകയാണ് ഇതിൽ സുന്ദരി എന്നും വിശ്വാമിത്രന്റെ തപസ് ഇളക്കണമെങ്കിൽ മേനകയെ ഭൂമിയിലേക്ക് അയക്കണമെന്നും ഇന്ദ്രൻ തീരുമാനിക്കുകയും അങ്ങനെ മേനകയെ ഭൂമിയിലേക്ക് അയക്കുകയും വിശ്വാമിത്രന്റെ കഠിനമായ തപസ് ഇളക്കുകയും ചെയ്യുകയാണ് പാഠഭാഗത്തിന്റെ തുടക്ക ഭാഗത്ത് കേട്ടാ. അങ്ങനെ ആ തപസ്സിളക്കിയതിന് ശേഷം വിശ്വാമിത്രനും മേനകയിലും പിറന്ന പുത്രിയാണ് ആര്? ശകുന്തള. ഈ ശകുന്തളയെ തിരിച്ച് മേനകയ്ക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും പറ്റില്ല. വിശ്വാമിത്രൻ ഒട്ടെടുത്ത് വളർത്താനും സാധിക്കില്ല അല്ലെ. അങ്ങനെ മേനകയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആ കുട്ടിയെ അവര് ഒരു പുഴയുടെ തീരത്ത്, മാലിനി നദിയുടെ തീരത്ത് ഉപേക്ഷിച്ചു പോവുകയാണ്. അവിടെ നിന്നും കണ്ണുമുനി ഈ കുട്ടിയെ എടുത്തു വളർത്തുകയാണ്. എടുത്തു വളർത്തിയതിനു ശേഷം അവൾ വളർന്ന് യൗവനയുക്തയായ സമയത്ത് അതാ ആ ആശ്രമത്തിന്റെ അതിലെ ദുഷ്യന്ത മഹാരാജാവ് വരികയും അപ്രതീക്ഷിതമായി അവിടെ വെച്ച് അവർ കണ്ടുമുട്ടുകയും പിന്നീട് പരസ്പരം സ്നേഹം കൈമാറുകയും ഗാന്ധർവ വിധി പ്രകാരം അവരുടെ വിവാഹം കഴിയുകയും ഒക്കെ ചെയ്യുകയാണ്. അതിനുശേഷം രാജാവ് തിരിച്ചു പോകുകയും രാജാവിന്റെ ഓർമ്മയ്ക്കായി ഒരു മോതിരം കൊടുക്കുകയും ആ മോതിരം അവളിൽ നിന്ന് കളഞ്ഞു പോവുകയും പിന്നീട് ദുർവാസാവിന്റെ ശാപത്താൽ പല പ്രശ്നങ്ങളും ഉണ്ടായതൊക്കെ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനെയൊക്കെ തുടർന്ന് നമ്മുടെ ശകുന്തള കശ്യപാശ്രമത്തിൽ ആർക്ക് ജനനം നൽകുകയാണ്? തന്റെ മകനായ സർവദമനന് ജന്മം നൽകുകയാണ്. അതിനെ തുടർന്നുള്ള പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ ഈ മറവിയൊക്കെ ബാധിച്ചതിന് ശേഷം ദുഷ്യന്തൻ
കുറെ നാളുകൾക്ക് ശേഷം ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് അപ്രതീക്ഷിതമായി കശ്യപാശ്രമത്തിന്റെ അതിലേ വരുമ്പോ അവിടെ ഒരു കുട്ടി വല്ലാതെ വികൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നു. പതുക്കെ പതുക്കെ അത് തന്റെ മകനും അവിടെയുള്ളത് തന്റെ ഭാര്യയുമാണെന്ന് തിരിച്ചറിയുന്ന സന്ദർഭമാണ് നമുക്ക് പഠിക്കാനുള്ള 7ാം അംഗത്തില്, അല്ലെ? കുറെ അംഗങ്ങളായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് 7ാം അംഗമാണ് എന്നുള്ള കാര്യം പറയുകയാണ്. എന്നിട്ട് വിശദമായ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഋതുയോഗം എന്ന് പറയുന്ന ഈ പാഠഭാഗം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ER രാജരാജവർമ്മയാണ്, അല്ലെ? ശരിക്കും ഇതൊരു സംസ്കൃത നാടകമാണ്. നമുക്ക് പഠിക്കാനുള്ളത് ഒരു സംസ്കൃത നാടകമാണ്. ഈ സംസ്കൃത നാടകത്തെ ആരാണ് വിവർത്തനം ചെയ്തത് എന്ന് ചോദിച്ചാലാണ് നമ്മൾ ആരുടെ പേര് പറയുക? ER രാജരാജവർമ്മയുടെ പേര് പറയുക, അല്ലെ? ശരിക്കും അപ്പൊ ഈ നാടകം എഴുതിയത് ആരാണ്? കാളിദാസനാണ്, അല്ലെ? ഈ നാടകം എഴുതിയത് കാളിദാസനാണ്. കാളിദാസന്റെ സംസ്കൃത നാടകത്തിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരേ ഒരു ഉത്തരം അഭിജ്ഞാന ശാകുന്തളം എന്നാണ് അതിന്റെ പേര്. അഭിജ്ഞാന ശാകുന്തളം എന്ന കാളിദാസന്റെ നാടകമാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് ആലോചിച്ചിരിക്കുക. കാളിദാസൻ സംസ്കൃത കവിയാണ് എന്നുള്ളത് ആലോചിക്കുക. സംസ്കൃത കവിയാണ് കാളിദാസൻ. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത AR രാജരാജവർമ്മ നൽകിയ പേരെന്താണ്? അപ്പൊ അഭിജ്ഞാന ശാകുന്തളം ആര് വിവർത്തനം ചെയ്തു? AR രാജരാജവർമ്മ വിവർത്തനം ചെയ്തു. വിവർത്തനം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന് കൊടുത്ത പേരാണ് മലയാള ശാകുന്തളം, അല്ലെ? മലയാള ശാകുന്തളം എന്ന് അതിന് പേര് കൊടുത്തു. അപ്പൊ 2 ചോദ്യങ്ങളല്ല 3 ചോദ്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അഭിജ്ഞാന ശാകുന്തളം എന്ന സംസ്കൃത നാടകം എഴുതിയത് കാളിദാസനാണ്. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് AR രാജരാജവർമ്മയാണ്. ഒപ്പം AR രാജരാജവർമ്മ അതിന് നൽകിയ പേര് മലയാള ശാകുന്തളം എന്നാണെന്നുള്ള 3 ചോദ്യം നമുക്ക് കിട്ടി, അല്ലെ? ഇനി കാളിദാസനെ കുറിച്ച് പൊതുവെ പറയപ്പെടുന്ന ഒരു പേരുണ്ട്, ഉപമ കാളിദാസസ്യ. ഈ ഉപമ കൊണ്ട് ഇത്രയധികം മനുഷ്യന്മാരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു മനുഷ്യനുണ്ടോ സംസ്കൃതത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വളരെ വിരളമായ ആളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉപമ കാളിദാസസ്യ എന്നൊരു പേര് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അല്ലെ? ഉപമകളിലൂടെ മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് അത്രയധികം ഉപമകൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് കാളിദാസൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉപമ കാളിദാസ എന്നൊരു പേര് അദ്ദേഹത്തിനുള്ളത്. ഇനി അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമുക്ക് പഠിക്കാനുള്ളത് ആരെ കുറിച്ചാണ്? AR രാജരാജവർമ്മയുടെ കുറിച്ചാണ്, അല്ലെ? AR രാജരാജവർമ്മയുടെ മറ്റൊരു പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള പേരാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നു. കേരള പാണിനി എന്നാണ് AR രാജരാജവർമ്മയെ അറിയപ്പെടുന്നത്. ഈ പാഠഭാഗത്തിൽ നിന്ന് 4 മാർക്കിന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പാരഗ്രാഫ് വൃത്തിയാക്കാനുള്ള ഒരു പേര് നമുക്ക് കിട്ടി. കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മയുടെ മലയാള ശാകുന്തളം എന്ന പാഠഭാഗത്തിലെ അല്ലെങ്കിൽ എന്ന കൃതിയിലെ വരികളാണ് ഇവ എന്ന് പറഞ്ഞ് എഴുതാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു പേര് നമുക്ക് കിട്ടി. കേരള പാണിനി എന്ന പേര് കിട്ടി, അല്ലെ? ഇനി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് വന്നത് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം ഇവിടെയുണ്ട്. കേരള പാണിനീയം എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചതിനാലാണ് അദ്ദേഹത്തിന് ഇപ്രകാരം ഒരു പേര് ലഭിച്ചത്. വ്യാകരണ ഗ്രന്ഥം എന്താ സംഭവം? ഗ്രാമറേ, അത്രയേ ഉള്ളൂ. എന്താണ്? ഗ്രാമർ. ഒരു ഗ്രാമർ പുസ്തകം എഴുതി. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? കേരള പാണിനീയം. മലയാളത്തിലെ വ്യാകരണ പുസ്തകം, ഗ്രാമർ പുസ്തകം എന്നറിയപ്പെടുന്നത് കേരള പാണിനീയമാണ്. ആ കേരള പാണിനീയം എഴുതിയതാണ് AR രാജരാജവർമ്മ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരള പാണിനി എന്നൊരു പേര് ലഭിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയ ഇതിൽ നിന്നൊരു 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ കേരള പാണിനിയെ കുറിച്ച്, കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. കൃതിയുടെ പശ്ചാത്തലം. കൃതിയുടെ പശ്ചാത്തലം ചുരുക്കി ഞാനൊന്ന് പറഞ്ഞിരുന്നു, അല്ലെ? വിശ്വാമിത്രൻ ഉണ്ട്. വിശ്വാമിത്രൻ എന്ത് ചെയ്യാണ്? തപസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട് തപസ് ചെയ്യുകയാണ്? ഇന്ദ്രന്റെ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ട് വിശ്വാമിത്രൻ തപസ് ചെയ്യുകയാണ്. അപ്പോ ഇന്ദ്രൻ അത് ഇഷ്ടമായില്ല. ഇന്ദ്രൻ അത് ഇഷ്ടമാകാതെ വന്നപ്പോൾ ഇന്ദ്രൻ സ്വർഗത്തിലെ നർത്തകിമാരായ, അതിലുപരി സുന്ദരിമാരായ ആ 3 പേരിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കുകയാണ്. അതാണ് മേനക. മേനകയെ എന്നിട്ട്
സ്വർഗത്തിൽ നിന്നും എവിടേക്ക് അയച്ചു? ഭൂമിയിലേക്ക് അയച്ചു. ആരുടെ അടുത്തേക്ക് അയച്ചു? വിശ്വാമിത്രന്റെ അടുക്കലേക്ക് അയച്ചു, അല്ലെ? അങ്ങനെ മേനക പഠിച്ച പണി 12 നോക്കി ഏറ്റവും അവസാനം വിശ്വാമിത്രനെ വീഴ്ത്തി, അല്ലെ? അങ്ങനെ തപസ് മുടക്കി ഇന്ദ്രന്റെ ജോലിയുടെ ഫലം കണ്ടു, അല്ലെ? അതിനുശേഷം എന്താ സംഭവിച്ചത്? അവർക്ക് രണ്ടുപേർക്കും, മേനകയ്ക്കും വിശ്വാമിത്രനും പിറന്ന മകളാണ് ആര്? ശകുന്തള. വിശ്വാമിത്രനും മേനകയിലും പിറന്ന മകളാണ് ശകുന്തള. ഈ ശകുന്തളയെ അവർ എവിടെ ഉപേക്ഷിച്ചു പോയി? മാലിനി നദിയുടെ തീരത്ത് ഉപേക്ഷിച്ചു പോയി. രണ്ടുപേർക്കും കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെ? അങ്ങനെ മാലിനി നദിയുടെ തീരത്ത് ഉപേക്ഷിച്ചു പോയി. അവിടെ നിന്നാണ് പ്രശസ്തമായ പല സിനിമാ ഗാനങ്ങളും ഉണ്ടാകുന്നത്. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ എന്ന് പറയുന്ന ഒരു ചിത്രത്തിലെ ഒരു പാട്ടുണ്ട്. ഒപ്പം തന്നെ അതുപോലെ മാലിനി നദിയുമായി ബന്ധപ്പെട്ട് ഒരുപാടുണ്ട്. മാലിനിയുടെ തീരങ്ങൾ, അല്ലെ? ആ പാട്ടൊക്കെ അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ ഒരു ഐതിഹ്യ കഥയിൽ നിന്നുണ്ടാകുന്നതാണ് എന്നുള്ളത് ആലോചിച്ച് വെക്കുക. അങ്ങനെ അവിടെ ഉപേക്ഷിച്ചു പോയ ആ കുട്ടിയെ പക്ഷികൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ? പക്ഷികൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ കണ്ടതാരാണെന്ന് ചോദിച്ചാൽ കണ്ണുമുനിയാണ് കണ്ടത്. കണ്ണുമുനി ആ കുട്ടിയെ കണ്ടിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി വളർത്തുകയായിരുന്നു. അങ്ങനെ അവൾ വളർന്നു വലുതായപ്പോൾ അതാ ഒരു രാജാവ് വരുന്നു. ആ രാജാവിന്റെ പേരെന്താണ്? ദുഷ്യന്തൻ, അല്ലെ? ദുഷ്യന്തൻ, ഹസ്തിനപുരിയിലെ രാജാവായിട്ടുള്ള ദുഷ്യന്തൻ അവിടേക്ക് വരികയും അവർ രണ്ടുപേരും പരസ്പരം പ്രണയത്തിലാവുകയും ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിക്കുകയും ചെയ്തു. അതാ നമ്മുടെ ദുഷ്യന്തൻ പോവുകയാണ്. തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് പോയ ദുഷ്യന്തൻ ഓർമ്മയ്ക്കായി ഒരു മോതിരം കൊടുത്തിട്ട് പോകുമ്പോൾ അവിടെ പുറത്തിരുന്നു കൊണ്ട്, ആശ്രമത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് ദുഷ്യന്തനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് ആര്? നമ്മുടെ ശകുന്തള, അല്ലെ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുർവാസാവ് എന്ന് പറയുന്ന മഹർഷി വരുന്നത്. ദുർവാസാവിന് ആദിത്യ മര്യാദ ഒന്നും കാണിക്കാതെ ആയപ്പോൾ ആകെ ദേഷ്യം പെട്ടുകൊണ്ട് ദുർവാസാവ് ശപിക്കുകയാണ്. നീ ആരെയാണോ ചിന്തിച്ചിരിക്കുന്നത് അയാൾ നിന്നെ മറന്നു പോകട്ടെ എന്നൊരു ശാപം കൊടുക്കുകയാണ്. പിന്നീട് തോഴിമാരൊക്കെ പോയി ആ ശാപത്തിന് മോചനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണോ നിങ്ങൾ തമ്മിൽ ഓർമ്മത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കാണിക്കുമ്പോൾ ഓർമ്മ വരും എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെ? അതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. അങ്ങനെ ദുർവാസാവിന്റെ ആ ശാപത്തിൽ നിന്നൊക്കെ മാറിയിട്ട് അവള് ഏറ്റവും അവസാനം രാജാവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ രാജാവ് പറയുകയാണ്, എനിക്ക് നിന്നെ ഓർമ്മയില്ല എന്ന് ദുഷ്യന്തൻ പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് കശ്യപാശ്രമത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് മേനക വന്നുകൊണ്ട് ആരെ കൊണ്ടുപോകും? ശകുന്തളയെ കൊണ്ടുപോകും, അല്ലെ? അപ്പൊ കശ്യപാശ്രമത്തിൽ വെച്ചാണ് അതിന്റെ മകനായിട്ടുള്ള, ആരുടെ മകനായിട്ടുള്ള? നമ്മുടെ ശകുന്തളയുടെ മകൻ പിറക്കുന്നത്. മകന്റെ പേരാണ് ആര്? സർവ്വധമൻ. ഇത്രയും കഥാപാത്രങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞ ഐതിഹ്യത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മുടെ പാഠഭാഗത്തും കുറെ കഥാപാത്രങ്ങളുണ്ട്, അല്ലെ? ആ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഋതുയോഗത്തിലെ കഥാപാത്രങ്ങൾ. നമ്മൾ ഐതിഹ്യത്തിലെ കഥാപാത്രങ്ങളെ ഇടയ്ക്ക് പഠിച്ചു. ഇനി നമ്മൾ ഋതുയോഗത്തിലെ കഥാപാത്രങ്ങളെ നോക്കാൻ പോവുകയാണ്. ദുഷ്യന്തൻ ആദ്യത്തെ കഥാപാത്രമാണ്. ദുഷ്യന്തൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് ഈ കഥാപാത്രത്തിൽ നിന്ന് രണ്ടുപേരെ കുറിച്ച് ഇപ്പോഴും കഥാപാത്ര നിരൂപണം ചോദിക്കാറുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം മോഡൽ എക്സാമിന് ചോദിച്ചത് ദുഷ്യന്തന്റെ കഥാപാത്ര നിരൂപണമാണ്. അതിനു മുൻപുള്ള ഓണപരീക്ഷയ്ക്ക് ചോദിച്ചത് സർവ്വധമനന്റെ കഥാപാത്ര നിരൂപണമാണ്. അപ്പൊ ഇത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ കഥാപാത്ര നിരൂപണത്തിൽ ആദ്യം എഴുതേണ്ട പോയിന്റുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുകയാണ്. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ദുഷ്യന്തൻ പുരുവംശത്തിൽ ജനിച്ചു, അല്ലെ? പുരുവംശം എന്ന് പറയുന്നത് ഒരു രാജവംശമാണ്. പുരുവംശത്തിലാണ് ദുഷ്യന്തന്റെ ജനനം, അല്ലെ? ഒപ്പം തന്നെ ഹസ്തിനപുരി, സ്ഥലം എവിടെയാണ്? ഹസ്തിനപുരിയിലെ രാജാവാണ് ദുഷ്യന്തൻ. ഹസ്തിനപുരിയിലെ രാജാവാണ്. അടുത്ത ആളിലേക്ക് നമ്മൾ വരികയാണ്. അടുത്ത പ്രധാനപ്പെട്ട കഥാപാത്രത്തിലേക്ക് വരികയാണ് ശകുന്തളയെ കുറിച്ച് നമ്മൾ ഇതിനകം പറഞ്ഞു വിട്ടിരുന്നു, അല്ലെ? വിശ്വാമിത്രന് അപ്സരസായിട്ടുള്ള മേനകയിൽ ജനിച്ച മകളാണ് ആര്? ശകുന്തള. കണ്ണുവിന്റെ വളർത്തുമകളാണ് എന്നുള്ളതും ആലോചിച്ചിരിക്കുക. രണ്ട് കാര്യങ്ങൾ കിട്ടിയ വിശ്വാമിത്രന് മേനകയിൽ, അപ്സരസായ മേനകയിൽ ജനിച്ച കുട്ടിയാണ് ആര്? ശകുന്തള. ഒപ്പം തന്നെ ആരുടെ വളർത്തുപുത്രിയാണ്? കണ്ണുവിന്റെ വളർത്തുപുത്രിയാണ്, അല്ലെ? കണ്ണുമുനിയുടെ വളർത്തുപുത്രിയാണ് എന്നുള്ളത് ആലോചിക്കുക. അടുത്തൊരു കഥാപാത്രം നമ്മുടെ പാഠഭാഗത്ത് വരുന്നതാണ് മാതലി എന്ന കഥാപാത്രം. മാതലി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവേന്ദ്രന്റെ സാരഥിയാണ്. ദേവേന്ദ്രനും നമ്മുടെ ദുഷ്യന്തനും കൂടി എവിടേക്ക് പോയിരിക്കുകയാണ്? യുദ്ധത്തിന് പോയിരിക്കുകയായിരുന്നു, അല്ലെ? ആര് തമ്മിലുള്ള യുദ്ധം?
ദൈവങ്ങളും അസുരന്മാരും തമ്മിലുള്ള ഒരു യുദ്ധം. ആ യുദ്ധത്തിന് പോയി അവിടെ അസുരന്മാരെ തോൽപ്പിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് എവിടെ എത്തുന്നത്? കശ്യപാശ്രമത്തിൽ എത്തുന്നത് അല്ലെ. അപ്പോ തന്റെ യുദ്ധത്തിനൊപ്പം തന്റെ തേര് തെളിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന സാരഥിയുടെ പേരാണ് മാതലി എന്നത്. ആലോചിച്ച് വെക്കുക, ദേവേന്ദ്രന്റെ സാരഥിയാണ് മാതലി എന്നുള്ളത് ആലോചിച്ച് വെക്കുക കേട്ടോ. അടുത്ത കഥാപാത്രം അതിഥി എന്ന കഥാപാത്രമാണ്. അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവമാതാവാണ് എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ദേവമാതാവ്, ദൈവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? അതിഥി. അത് കശ്യപന്റെ പത്നി കൂടിയാണ്. കശ്യപ മുനിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഇപ്പൊ കശ്യപാശ്രമത്തിലാണ് ആരുള്ളത്? ശകുന്തളയുള്ളത്. ആ കശ്യപന്റെ ഭാര്യയാണ്, പത്നിയാണ് അതിഥി എന്ന കഥാപാത്രം. ആ അതിഥി തന്നെയാണ് ദേവമാതാവ്, ദൈവങ്ങളുടെ ഒക്കെ മാതാവ് എന്നറിയപ്പെടുന്ന കഥാപാത്രവും അതിഥി തന്നെയാണ്. അടുത്ത ഭാഗത്തേക്ക് വരികയാണ്, നോക്കാം. ദക്ഷന്റെ പുത്രി ദാക്ഷായണി തന്നെയാണ്. മറ്റൊരു പേര് നമുക്ക് കാണാം പാഠഭാഗത്ത്. ദാക്ഷായണി എന്ന് കേട്ട് കഴിഞ്ഞാലും ആര് തന്നെയാണ്? അതിഥി എന്ന കഥാപാത്രം തന്നെയാണ് എന്ന് ആലോചിച്ചിരിക്കുക കേട്ടോ. അടുത്ത കഥാപാത്രം മാരീചൻ. മാരീചൻ എന്ന പേര് കേൾക്കുമ്പോ വേറൊന്നും ആലോചിക്കേണ്ട, ആര് തന്നെയാണ്? കശ്യപമുനി തന്നെയാണ് അല്ലെ. കശ്യപൻ തന്നെയാണ് ആര്? മാരീചനും. ദേവേന്ദ്രന്റെ പിതാവാണ്. ഇന്ദ്രന്റെ പിതാവും മാതാവിനെയും നമുക്ക് കാണാൻ സാധിക്കോ? ദേവേന്ദ്രന്റെ മാതാവ് അതിഥിയും പിതാവ് ആരാണ്? മാരീചനുമാണ്. അപ്പൊ ആ 2 പോയിന്റുകൾ ആലോചിച്ച് വെക്കുക. ദൈവങ്ങളുടെ ഒക്കെ അമ്മ എന്നറിയപ്പെടുന്ന ആളാണ് അതിഥി, അച്ഛൻ എന്നറിയപ്പെടുന്ന ആളാണ് മാരീചൻ എന്ന് ആലോചിച്ച് വെക്കുക. ഏറ്റവും ഒടുവിലായി സർവ്വധമനൻ എന്ന് പറയുന്ന കഥാപാത്രം അല്ലെ. ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും മകനാണ് സർവ്വധമൻ എന്ന് ആലോചിച്ചിരിക്കുക. ശരിക്കുമുള്ള പേര് നമ്മുടെ പാഠഭാഗത്ത് എവിടെയും പറയുന്നില്ല, എന്നാലും ഒരു കൂടുതൽ പോയിന്റ് നമ്മുടെ കയ്യിലേക്ക് തരികയാണ്. ഓർത്തിരിക്കുക, ഭരതൻ എന്നാണ് ശരിക്കുള്ള പേര്. ആരുടെ? സർവ്വധമനന്റെ യഥാർത്ഥ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരതൻ എന്നാണ് പേര്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാല. ഇത്രയും കഥാപാത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ല. ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദുഷ്യന്തനെ കുറിച്ചും ഒപ്പം തന്നെ സർവ്വധമനെ കുറിച്ചുമാണ് കഥാപാത്ര നിരൂപണം ചോദിക്കാറുള്ളത്. അപ്പൊ അതിലേക്ക് ആവശ്യമായ പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുകയാണ് കേട്ടാ. ഇനി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഋതുയോഗം എന്ന തലക്കെട്ടിന്റെ അർത്ഥം എന്താണ്? ഇത് കഴിഞ്ഞ പ്രാവശ്യവും ചോദിച്ചതാണ്. ഋതുയോഗം എന്ന തലക്കെട്ടിന്റെ അർത്ഥം എന്താണ്? 2 മാർക്കിനും ചോദിക്കാറുണ്ട്. വിശദീകരിച്ച് ഒരു 4 മാർക്കിന് അങ്ങനെ കാണാറില്ല, എന്നാലും 2 മാർക്കിന് ഇതൊരു ചോദ്യം ഉറപ്പാണ്. 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ആകെ വ്യക്തമായി ഒരു വരി എഴുതിയതിനു ശേഷം അത് വിശദീകരിക്കാം. അത് ഞാൻ പറയാൻ പോവുകയാണ്. അതിനു മുൻപായിട്ട് പറയുകയാണ്, ഋതുയോഗം. 2 വാക്കുകൾ കൂടി ചേർന്നുണ്ടായിരിക്കുകയാണ് അല്ലെ. ഋതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലമാണ്, സീസൺസ് ഇല്ലേ. നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ സീസൺസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവൂലേ. അതേ സംഭവം തന്നെയാണ് ഋതു എന്ന് പറയുന്നത് അല്ലെ. ഋതുക്കൾ എന്ന് പറയാറുണ്ട്. ഇവിടെ ഒരു ഋതു മാറി മറ്റൊരു ഋതു ആയിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം? ഏറ്റവും ഋതുക്കളുടെയൊക്കെ രാജ്ഞി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഋതു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസന്തകാലമാണ് അല്ലെ. അപ്പൊ നമ്മുടെ പാഠഭാഗത്ത് ശകുന്തളയെ ഒരു വള്ളിയായി, അതായത് ഒരു ചെടിയായി ഉപമിച്ചിരിക്കുകയാണ്. ശകുന്തളയെ ഒരു ചെടിയായി ഉപമിച്ചുകൊണ്ട് ആ ചെടിയിൽ പല പല കാലങ്ങളും മാറി മാറി വന്നു പോവുകയാണ്. ഒരു ചെടി എല്ലാ കാലഘട്ടത്തിലൂടെയും കടന്നു പോകും അല്ലെ. അതിന് വേനൽക്കാലം വരും. വേനൽക്കാലം വരുമ്പോ ഒരുപക്ഷെ അത് ഉണങ്ങിപ്പോകും അല്ലെ. പക്ഷേ ശകുന്തള വേനൽക്കാലത്തെയും അതിജീവിച്ച്, ആ വേനൽക്കാലം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവളിൽ പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് അല്ലെ. ദുഷ്യന്തൻ തന്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു അല്ലെ. 4 ആളുടെ മുന്നിൽ വെച്ച് രാജസദസ്സിൽ വെച്ചിട്ട് അധിക്ഷേപിച്ചു പറഞ്ഞു വിട്ടു. അപ്പൊ ആ ബുദ്ധിമുട്ടും അവൾ സഹിച്ചു അല്ലെ. അത് കഴിഞ്ഞ് നല്ല മഴക്കാലം വരുമ്പോഴോ ചിലപ്പോ തണ്ടൊടിഞ്ഞ് വീണ് ഒക്കെ ആകെ നശിച്ചു പോവാം. പക്ഷെ അതും സഹിച്ചുകൊണ്ട് ഒരു ചെടി എവിടേക്ക് എത്തുകയാണ്? വസന്തകാലത്തിലേക്ക്. അതിൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി, സന്തോഷത്തോടു കൂടി വിരിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് എത്തുകയാണ് എന്ന സൂചനയാണ് ഋതുയോഗം. അതായത് കാലം കൊണ്ടുണ്ടാകുന്ന യോഗം. അത് ഏത് യോഗമാണ്? വസന്തകാലമാണ്. കൃത്യമായി ഒരു വരി എഴുതുക. വസന്തകാലത്തിന്റെ ആഗമനം എന്നാണ് ഋതുയോഗത്തിൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഒരൊറ്റ വരി കാണാതെ പഠിച്ചു വെക്കുക. അത് തന്നെയാണ് ഉത്തരം. വസന്തകാലത്തിന്റെ ആഗമനം.
ഋതുയോഗം എന്ന പേര് കേട്ട് കഴിഞ്ഞാൽ ആലോചിക്കേണ്ട ഒരേ ഒരു കാര്യം വസന്തകാലത്തിന്റെ ആഗമനം. വസന്തകാലത്ത് എന്ത് പറ്റും? ചെടികൾ പുഷ്പിക്കും, അല്ലെ? പൂക്കൾ ഉണ്ടാകും അതില്. അപ്പൊ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ദേ നമ്മുടെ ശകുന്തള സന്തോഷവതിയാകാൻ പോകുന്നു. അതാണ് ആ ഒരു തലക്കെട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കാം, അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഋതുക്കളിൽ വെച്ച് ശ്രേഷ്ഠവും സുന്ദരവുമായത് വസന്തകാലമാണ്. സംശയമുണ്ടാ? ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടും പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാലഘട്ടമാണ് നമുക്ക് ഇഷ്ടം, അല്ലെ? മഴക്കാലമാണെന്നൊക്കെ ആദ്യം പറയുമായിരുന്നു. ഇപ്പൊ മഴ കൂടി കഴിയുമ്പോൾ നമ്മൾ പറയും എങ്ങനെയെങ്കിലും മഴ പോയാൽ മതി. വെയിലാണെന്നുണ്ടെങ്കിലോ വെയിൽ എങ്ങനെയെങ്കിലും പോയാൽ മതി. അപ്പൊ ഇതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വസന്തകാലം സ്വസ്ഥവും സുന്ദരവുമാണ്, അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഋതുക്കളിൽ വെച്ച് ശ്രേഷ്ഠവും സുന്ദരവുമായത് വസന്തകാലമാണ്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. വസന്തം വരുമ്പോൾ വള്ളിപ്പടർപ്പുകൾ പൂവണിയുന്നു. വള്ളിപ്പടർപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളിൽ എന്തുണ്ടാവും? പൂവുണ്ടാവും, അല്ലെ? അതുപോലെ മോതിരം ധരിക്കൽ സൗഭാഗ്യത്തിന്റെ ചിഹ്നമായാണ് ദുഷ്യന്തന്റെ വാക്കുകളിൽ തെളിയുന്നത്. ദുഷ്യന്തൻ വന്നിട്ട് പറയുന്നുണ്ട്, നീ വള്ളി ഋതുയോഗത്തിന്റെ ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഒന്നുമില്ല, അവൾക്ക് മോതിരം കൊടുക്കുകയാണ്. വള്ളി ഋതുയോഗത്തിന്റെ ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ, നീ മോതിരം അണിയൂ എന്ന് പറയുകയാണ്, അല്ലെ? ആ സംഭാഷണത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇത്രയുള്ള അതിന്റെ ഉത്തരം, നീ മോതിരം അണിയൂ എന്ന് പറയുകയാണ്. വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയാണ്, അല്ലെ? ചെടി എപ്രകാരമാണോ പൂക്കൾ വിടർത്തി സന്തോഷവതിയായി നിൽക്കുന്നത്, അതുപോലെ നീ മോതിരം അണിഞ്ഞുകൊണ്ട് സന്തോഷവതിയായി നിൽക്കൂ എന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അടുത്ത പോയിന്റിലേക്ക് വരേണ്ട. ചെടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാലമാണ് വസന്തകാലം. ഒരു ചെടി എപ്രകാരമാണോ വസന്തകാലത്തിൽ പൂക്കൾ വിടർത്തി നിന്ന് ആനന്ദം നൽകുന്നത്, അപ്രകാരം തന്നെ ശകുന്തളയുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ കാലഘട്ടം വരുന്നു എന്ന് അർത്ഥമാക്കുന്നു. ഇത്രയേ ഉള്ളൂ, അല്ലെ? ഋതുയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുതേണ്ട പോയിന്റ് വസന്തകാലത്തിന്റെ ആഗമനമാണെന്നും അവിടെ ശകുന്തളയെ ഒരു ചെടിയായി, ഒരു വള്ളിയായി സങ്കല്പിക്കുകയാണെന്നും അവളിൽ സന്തോഷത്തിന്റെ കാലഘട്ടം ഉണ്ടാവുകയാണ് എന്നും സൂചിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ കോർത്തിണക്കി ഋതുയോഗം എന്ന തലക്കെട്ടിനെ വിശദീകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടും, അല്ലെ? വസന്തകാലത്തിന്റെ ആഗമനം, ആ ഒരൊറ്റ പോയിന്റ് മനസ്സിലാക്കി വെക്കുക. വള്ളി ഋതുയോഗത്തിന്റെ ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോതിരമണിയാനാണ് പറയുന്നത് എന്നുള്ള കാര്യവും ആലോചിച്ചു വെക്കുക കേട്ടാ. അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. സർവദമനൻ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? അടുത്തൊരു ചോദ്യമാണ്, സർവദമനൻ എന്ന പേരിന്റെ അർത്ഥം എന്താണ് എന്നതാണ് ചോദ്യം, അല്ലെ? സർവദമനൻ, അതിൽ തന്നെ കിടക്കുന്നുണ്ട് സർവത്തിനെയും ദമനം ചെയ്യുന്നവൻ, അല്ലെ? അടക്കി ഭരിക്കുന്നവൻ, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവൻ എന്നാണ് എന്തിന്റെ അർത്ഥം? സർവദമനൻ എന്ന പേരിന്റെ അർത്ഥം. മുനി നിനക്കിട്ട പേര് കറക്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്, അല്ലെ? നിനക്കിട്ട പേര് ശരി തന്നെയാണ്. സർവദമനൻ എന്ന പേര് മുനിമാർ നിനക്കിട്ടത് വെറുതെ അല്ല എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഉത്തരം വരുന്നത്. സർവദമനൻ, സർവത്തിനെയും അടക്കി ഭരിക്കുന്നവനാണ് സർവദമനൻ. അപ്പൊ ആ ഒരു പേരിന്റെ അർത്ഥം കിട്ടി, അല്ലെ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. സർവദമന്റെ കഥാപാത്ര സവിശേഷതകൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അത്രയധികം പ്രാധാന്യത്തോട് കൂടിയിട്ട് നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്. മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന സിംഹക്കുട്ടിയെ പിടിച്ച് കൊണ്ടുപോയി പല്ലെണ്ണുന്ന സ്വഭാവം ആദ്യത്തെ ശ്ലോകത്തിൽ പറയാതാണ്, അല്ലെ? മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന സിംഹക്കുട്ടിയുടെ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിത ബലമോടെ വലിച്ചിടുന്നിതേ കളിയാടാൻ ഒരു സിംഹബാലനെ. ഇതാണ് ആദ്യത്തെ ശ്ലോകം, അല്ലെ? ആ ശ്ലോകത്തിൽ പറയാണ് അവൻ വീരനാണ് എന്ന് പറയുന്നത്. അവരുടെ സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ ഒരു പോയിന്റ് നമുക്ക് കിട്ടുകയാണ്. അവനിലെ വീരത്വ സ്വഭാവമാണ് അതിലൂടെ കാണുന്നത്. കുട്ടി വീരനാണ്. വീരനാവാൻ ഒരു കാരണമുണ്ട്. അച്ഛനാരാണ്? രാജാവാണ്, അല്ലെ? അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. രാജാവിനെ അതിശയപ്പെടുത്തുന്നു. എന്തുകൊണ്ട് അതിശയപ്പെടുത്തുന്നു? രാജാവിനെ സംബന്ധിച്ച് സിംഹം ക്രൂരമായ ഒരു മൃഗമാണ്. സിംഹത്തിന്റെ താടിരോമൊക്കെ പിടിച്ചു വലിച്ചുകൊണ്ട് ആ സിംഹക്കുട്ടിയുമായി കളിക്കണം എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ രാജാവ് ഇങ്ങനെ നോക്കുകയാണ്, ഇവൻ എന്താണ് ഈ ചെയ്യുന്നത്? ഇവൻ ആ സിംഹത്തിന്റെ താടിരോമൊക്കെ പിടിച്ചു വലിച്ചുകൊണ്ട് അതിനായിട്ട് കളിക്കാൻ നിൽക്കുന്നത്. രാജാവിനെ സംബന്ധിച്ച് രാജാവ് നായാട്ടിന് പോകുമ്പോൾ കാട്ടില് ഏറ്റവും വീരനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ള മൃഗം എന്നറിയപ്പെടുന്നതൊക്കെ സിംഹമാണ്.
ചിത്രമാണ്. ഈ സിംഹത്തിനെ മലർത്തിയടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ വേട്ടയാടുമ്പോഴാണ് ഒരു രാജാവിന് രാജകീയമായ ലക്ഷണം വരുന്നത്, അവന്റെ വീരത്വം തെളിയിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു മൃഗത്തിനെ ആയിട്ടാണ് ഇവൻ ഇരുന്ന് കളിക്കുന്നത്. അപ്പൊ രാജാവിന് അത്ഭുതം തോന്നുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, രാജാവിനെ അതിശയപ്പെടുത്തുന്നു. രാജാവിനെ സംബന്ധിച്ച് സിംഹം ക്രൂരമൃഗവും കാട്ടിൽ പോയി താൻ കീഴ്പ്പെടുത്തുന്ന മൃഗങ്ങളിൽ ഒന്നുമാണ്. അതുമായിട്ടാണ് ആര് കളിക്കുന്നത്? സർവ്വധമൻ കളിക്കുന്നത് അല്ലെ. അതിലൂടെ അവന്റെ വീരത്വ സ്വഭാവത്തെയാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. കുട്ടിയുടെ നിഷ്കളങ്കതയും കുസൃതിയും ആശ്രമവാസികളെയും അവിടുത്തെ ജീവജാലങ്ങളെയും സ്വാധീനിക്കുവാൻ സഹായിക്കുന്നു. കുട്ടി ഇങ്ങനെ കുസൃതി കാണിക്കുന്നുണ്ട്. കുസൃതി കാണിക്കുമ്പോഴൊക്കെ അവൻ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും വഴക്ക് പറയുന്നുണ്ടെങ്കിലും അവനെ ഒന്ന് എടുത്ത് താലോലിച്ച് വാത്സല്യം നൽകാൻ വേണ്ടി എല്ലാവരും ഇഷ്ടപ്പെടുകയാണ് അല്ലെ. അവന്റെ ഓമനത്വമുള്ള ഒരു മുഖത്തെ കുറിച്ച് പറയുന്നുണ്ട്, അവന്റെ കൈകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അവനോട് എന്താണ്? വളരെയധികം ഇഷ്ടമാണ്. അവിടുത്തെ മൃഗങ്ങളടക്കം ഇവന്റെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എല്ലാത്തിനെയും സ്വാധീനിക്കുവാനുള്ള ഒരു കഴിവ് അവനുണ്ട് എന്ന് പറയുകയാണ്. ഏറ്റവും ഒടുവിലായി പറയാണ്, അവൻ വീരനും ധീരനുമാണ്. കാരണം അച്ഛന്റെ സ്വഭാവമാണ് അല്ലെ. അച്ഛന്റെ അതേ സ്വഭാവം കിട്ടിയിരിക്കുന്നത് കൊണ്ട് അവൻ വീരനും ധീരനുമാണ് എന്ന് പറയുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ചോദ്യം അല്ലെ, നമ്മൾ ഋതുയോഗത്തിന്റെ ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ എന്ന് പറഞ്ഞ ആ ചോദ്യം, വള്ളി ഋതുയോഗത്തിന്റെ ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ, ഈ സംഭാഷണം തന്നുകൊണ്ട് സാഹചര്യവശാൽ നൽകുന്ന അർത്ഥം എന്ത് എന്ന് എഴുതാൻ പറയാറുണ്ട്. മോതിരം ധരിക്കട്ടെ എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മോതിരം ധരിക്കാൻ രാജാവ് തന്റെ പേര് കുത്തിയ ഒരു മുദ്രാമോതിരം കൊടുത്തിരുന്നു. ആ മുദ്രാമോതിരം കൊടുത്തു പോയതിനു ശേഷം പറഞ്ഞു, എന്തു പറഞ്ഞു? ഞാൻ അവിടെ ചെന്ന് രാജകൊട്ടാരത്തിൽ ചെന്ന് എങ്ങനെയാണോ ഒരു രാജ്ഞിയെ സ്വീകരിച്ചു കൊണ്ടുവരേണ്ടത് അതേ ആതിഥ്യ മര്യാദയോട് കൂടിയിട്ട് നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അങ്ങനെ ആ മോതിരം കൊടുത്തിരുന്നു. ആ മോതിരമാണ് കാണാതായതും ഒടുവിൽ അത് മീൻ വിഴുങ്ങിയതും ആ മീൻ ഒരു മുക്കുവന് കിട്ടുന്നതും മുക്കുവൻ ആ മീൻ കൊട്ടാരത്തിൽ എത്തിക്കുന്നതും തിരിച്ച് രാജാവിന് ആ മോതിരം കിട്ടുകയും അത് ഓർമ്മ വരികയൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ മോതിരം ഇപ്പൊ രാജാവിന്റെ കയ്യിലുണ്ട്. രാജാവ് ആ മോതിരം എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ ശകുന്തളയോട് പറയുകയാണ്, നീ മോതിരം ധരിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന വരിയാണ് വള്ളി ഋതുയോഗത്തിന്റെ ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അടുത്തത്, വസന്തകാലത്തിൽ ഒരു ചെടി എപ്രകാരമാണോ പൂവണിയുന്നത് അതുപോലെ ശകുന്തളയുടെ ജീവിതവും പൂവണിയട്ടെ എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചിരിക്കാല. അപ്പൊ വള്ളി എന്ന് പറയുന്നത് അവിടെ ശകുന്തളയാണെന്നും പുഷ്പം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ മോതിരത്തെയാണെന്നും അത് ധരിക്കാനാണെന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് ആലോചിച്ചിരിക്കുക. ഇനി അടുത്തത് ദുഷ്യന്ത മഹാരാജാവിന്റെ സവിശേഷതകളെ കുറിച്ചാണ്. അടുത്തൊരു കഥാപാത്ര നിരൂപണത്തിനുള്ള സാധ്യത ഇവിടെ നിന്ന് വരികയാണ്. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചു ദുഷ്യന്ത മഹാരാജാവ് പുരുവംശത്തിൽ പിറന്നതാണെന്ന് പഠിച്ചു. ഒപ്പം തന്നെ ഹസ്തിനപുരിയിലെ രാജാവാണെന്നുള്ളത് ആദ്യ ഭാഗത്ത് പഠിച്ചു. ഇനി എന്തൊക്കെ കിട്ടാം നോക്കാം. ഇന്ദ്രന്റെ ആവശ്യപ്രകാരം യുദ്ധത്തിൽ സഹായിക്കാനായി പോകുന്ന ദുഷ്യന്തൻ അത് വിജയിക്കുന്നു. ധീരനും പരാക്രമിയുമായ അദ്ദേഹത്തിൽ ഒരു മഹാരാജാവിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ ലക്ഷണങ്ങളും ഇണങ്ങിയിരിക്കുന്നു. കഥയുടെ തുടക്കം അങ്ങനെയാണ് അല്ലെ. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞ് അത് വിജയിച്ച് മടങ്ങി വരികയാണ്. അപ്പൊ ഒരു രാജാവിനെ സംബന്ധിച്ച് യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് രാജകീയമായ ലക്ഷണം. ആ രാജകീയമായ ലക്ഷണം ഒക്കെ ഒത്തിണങ്ങിയ മനുഷ്യനാണ് ആര്? നമ്മുടെ ദുഷ്യന്ത മഹാരാജാവ്. അപ്പൊ രാജകീയമായ ലക്ഷണം ഒത്തിണങ്ങിയ മനുഷ്യനാണ് എന്നുള്ളത് നമുക്ക് കിട്ടുകയാണ്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. ആശ്രമത്തിലെ ദുഷ്യന്തന്റെ താപസിയോടുള്ള പെരുമാറ്റത്തിൽ നിന്നും സർവ്വധമനോടുള്ള വാത്സല്യത്തിൽ നിന്നും സ്നേഹസമ്പന്നനും, അടുത്തൊരു പോയിന്റ് കിട്ടുകയാണ് കേട്ടാ, സ്നേഹസമ്പന്നനും സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാൻ കഴിയുന്നവൻ ആണെന്നും തിരിച്ചറിയുന്നു. അപ്പോ മകനോട്, ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ വാത്സല്യത്തോടു കൂടി അവനെ സമീപിക്കണമെന്നും ഒരു താപസിയെ കണ്ടു കഴിഞ്ഞാൽ അവരെ എങ്ങനെ മെരുക്കണമെന്നും ഒക്കെയുള്ള സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനാണ് എന്നുള്ള പോയിന്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുകയാണ് അല്ലെ. അപ്പൊ സ്നേഹസമ്പന്നനായ ഒരു രാജാവാണ്, അതിലുപരി എല്ലാ രാജകീയ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരാളാണ് എന്നുള്ള പോയിന്റുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുകയാണ്. ഇങ്ങനെയൊക്കെ അതിലെ കഥാപാത്രത്തിന്റെ പ്രത്യേകതകളിലേക്ക് നമ്മൾ എത്തുകയാണ്. പുരുവംശത്തെ കുറിച്ച് എഴുതുകയാണ്. ശ്ലോകത്തിൽ പുരുവംശത്തിന്റെ പ്രത്യേകത പറയും. അപ്പൊ അത് ആ ഒരു രാജാവിന്റെ പ്രത്യേകത കൂടി ആക്കി എടുത്തുകൊണ്ട് വ്യക്തമായ ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനുള്ള ആവശ്യമായ പോയിന്റുകളും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലെ. നോക്കാം, ഇനി അടുത്തത് നോക്കാം. ഇനിയുമുണ്ട് പോയിന്റ് അല്ലെ. പോയിന്റുകൾ കഴിഞ്ഞിട്ടില്ല. പുത്രവാത്സല്യം ഓരോ സന്ദർഭങ്ങളിലും തെളിയുന്നുണ്ട്.
ഓരോ സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്, എനിക്ക് ഇവനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം തോന്നുന്നു. ഇവന്റെ ഗോത്രം ഏതാണെന്നൊന്നും അറിയാതെ, ഇവൻ ഏത് കുലത്തിൽ ജനിച്ചവനാണെന്നൊന്നും അറിയാതെ ഇവന്റെ ഗാത്രത്തിൽ തൊടുകയാൽ സുഖം ഇത്ര മാത്രം എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇവന്റെ ശരീരത്തിൽ തൊടാൻ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ പുത്രനോടുള്ള വാത്സല്യം ഓരോ സന്ദർഭത്തിലും തെളിയുന്നുണ്ട്. അടുത്തത് പറയാണ്, ശകുന്തളയെ കണ്ടപ്പോൾ താൻ ചെയ്ത തെറ്റിനെ ക്ഷമ ചോദിക്കുന്നതായും കാണാം അല്ലെ. താനൊരു തെറ്റാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയിട്ട് അവളോട് ക്ഷമ ചോദിക്കുന്ന ഭാഗവും കാണാം. അപ്പൊ അങ്ങനെ സ്വയം പശ്ചാത്തപിക്കുന്ന ഒരാളെയും നമുക്ക് അവിടെ കാണാം. രാജപദവിയിൽ ഇരിക്കുന്ന സ്ഥാനം പോലും നോക്കാതെ ഒരു സ്ത്രീയോട് ക്ഷമ ചോദിക്കാനുള്ള മനസ്സ് ആർക്കുണ്ട്? ആ ക്ഷമ ചോദിക്കാനുള്ള മനസ്സ് ദുഷ്യന്തനുണ്ട് അല്ലെ. താൻ രാജാവാണ്, തനിക്ക് അങ്ങനെ ആരെയോടും ക്ഷമ ചോദിക്കാനോ താഴ്ന്നു കൊടുക്കേണ്ട എന്നുള്ള വിചാരമൊന്നുമല്ല. താൻ ചെയ്തത് ഒരു തെറ്റായി പോയി, അതൊരു പക്ഷേ ശാപം കൊണ്ടാണെങ്കിലും താൻ ചെയ്തത് ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമ ചോദിക്കാൻ വേണ്ടി ഒരു മനസ്സ് ആർക്കുണ്ട്? നമ്മുടെ ദുഷ്യന്തനുണ്ട്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. ഒരു രാജാവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഗുണം ആദരിക്കേണ്ടവരെ ആദരിക്കലും അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കാനുമുള്ള കഴിവാണ്. അതുകൊണ്ട് തന്നെയാണ് കശ്യപ ഭഗവാനെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്നും ശകുന്തളയോട് പറഞ്ഞത്. ഏറ്റവും അവസാനം പറയുന്നുണ്ടല്ലോ, ഇത്രയും നാള് നീ ഇവിടെ ജീവിച്ചത് കശ്യപ ഭഗവാന്റെ അടുത്താണ്, അതായത് ഇന്ദ്രന്റെ അടുത്താണ്, ദേവന്മാരുടെ ഒക്കെ പിതാവ് എന്നറിയപ്പെടുന്ന കശ്യപ ഭഗവാന്റെ അടുത്താണ്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ഒരുമിക്കുന്ന ഈ സന്ദർഭത്തിൽ ആദ്യം പോയി അനുഗ്രഹം മേടിക്കേണ്ടത് കശ്യപ ഭഗവാന്റെ അടുത്ത് നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. അപ്പോ ആദിത്യ മര്യാദകളൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്ന് അനുഗ്രഹം മേടിക്കണം എന്നുള്ളൊരു മനസ്സ് കൂടി ആർക്കുണ്ട്? നമ്മുടെ ദുഷ്യന്തനുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ അത്രയും ചോദ്യങ്ങൾ അല്ലെ, അത്രയും പോയിന്റുകൾ ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് നല്ലൊരു കഥാപാത്ര നിരൂപണം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. പാഠഭാഗത്തു നിന്നുള്ള വരികളും കോട്ട് ചെയ്തുകൊണ്ട് അല്ലെ, അതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് നല്ലൊരു കഥാപാത്ര നിരൂപണം എഴുതാൻ സാധിക്കും. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. ശകുന്തള എന്ന പേരിന്റെ അർത്ഥം എന്താണ്? മാലിനി നദിയുടെ തീരത്ത് ഉപേക്ഷിച്ചു പോയ ആ കുട്ടിയെ കുറെ പക്ഷികൾ അല്ലെ കണ്ണുമുനി വന്നു കഴിഞ്ഞപ്പോ കുറെ പക്ഷികളാൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷികളാൽ സംരക്ഷിക്കപ്പെട്ടവളായതുകൊണ്ട് അവൾക്ക് ശകുന്തള എന്ന പേര് ആര് കൊടുത്തു? കണ്ണുമുനി കൊടുത്തു അല്ലെ. അപ്പൊ ശകുന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷി എന്നാണെന്നുള്ളത് ആലോചിച്ച് വയ്ക്കുക. ശകുന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷി എന്നതാണ്. പക്ഷികളാൽ സംരക്ഷിക്കപ്പെട്ടവളായതുകൊണ്ട് അവൾക്ക് ശകുന്തള എന്ന പേര് നൽകി എന്നുള്ളൊരു കാര്യവും ആലോചിച്ച് വെക്കുക. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. ഇനി നമ്മള് ശ്ലോകത്തിലേക്ക് വരികയാണ് കേട്ടോ. പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട വരികളിലൂടെയൊക്കെ കടന്ന്, കഥാപാത്രത്തിലൂടെയൊക്കെ കടന്ന്, തലക്കെട്ടിലൂടെയൊക്കെ കടന്ന് നമ്മൾ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ മാത്രമാണ് നോക്കി പോകുന്നത്. അതുകൂടാതെയും ശ്ലോകങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് കൂടുതൽ ആഴത്തിൽ പഠിച്ചിരിക്കുക. നോക്കാം. ശ്ലോകം ഇങ്ങനെയാണ്. മുഴുവൻ ശ്ലോകവും ഇല്ല, കുറച്ചേ കൊടുത്തിട്ടുള്ളൂ അല്ലെ. നോക്കാം. കളിക്കോപ്പിനായി കുതുകമോടെ നീട്ടിയിടിന കരം. കുട്ടി കളിക്കോപ്പ് മേടിക്കാൻ വേണ്ടി കൈ നീട്ടുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയായിരുന്നു. വിളക്കി ചേർത്തോണം വിരൽ നിര. അവന്റെ ഓരോ വിരലുകളും വിളക്കി ചേർത്തതുപോലെയാണ്. കളിക്കോപ്പിനായി കുതുകമോടെ നീട്ടിയിടിന കരം, വിളക്കി ചേർത്തോണം വിരൽ നിര, ഞെരുങ്ങി തൊടുകയാൽ വിളങ്ങുന്നു രാഗം, ദൃശ്യമെഴുമുഷസിൻഡലകുലം, തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർ മലരുപോലെ അല്ലെ. ആ ഒരു ശ്ലോകത്തിന്റെ പകുതി മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഞാനിപ്പോ പറഞ്ഞു അല്ലെ. ആ ഒരു ശ്ലോകം കൃത്യമായി നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക. അപ്പൊ പറയുകയാണ്, ആ കുട്ടിയുടെ കൈ കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവിന് തോന്നുകയാണ് ഓരോ വിരലുകളും ഇവിടെ വെച്ച് എങ്ങനെയാണ് വിളക്കി ചേർത്തതുപോലെയാണ് തോന്നുന്നത് അല്ലെ. വിളക്കി ചേർത്തോണം വിരൽ നിര, ഞെരുങ്ങി തൊടുകയാൽ. എന്നിട്ട് കൈപ്പത്തിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. കുട്ടിയുടെ കൈപ്പത്തിയിലേക്ക് നോക്കിയപ്പോ കുട്ടിയാണ് അല്ലെ. അവന്റെ കയ്യില് ചോരത്തുടിപ്പ് കാണുകയാണ്, ഒരു ചുവപ്പ് നിറം കാണാണ്. വിളങ്ങുന്നു രാഗം. രാഗം എന്ന വാക്കിന്റെ അർത്ഥം ചുവപ്പ് എന്നാണ് അല്ലെ. ചോദിക്കാറുണ്ട് രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പ്. അവന്റെ കയ്യിൽ ചുവപ്പ് കണ്ടപ്പോൾ രാജാവിന് തോന്നുകയാണ്, എന്താണ് തോന്നിയത്? പ്രഭാതത്തിൽ അന്തരീക്ഷത്തിൽ ഒരു ചുവപ്പ് ഇങ്ങനെ പടർന്നു കിടക്കാറുണ്ട് അല്ലെ. പ്രഭാതത്തിൽ എങ്ങനെയാണോ അന്തരീക്ഷത്തിൽ ചുവപ്പ് പടർന്നു കിടക്കുന്നത് അതുപോലെ അവന്റെ കയ്യിലും കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവിന് തോന്നുകയാണ് അതൊരു തണ്ടാർ മലരു പോലെയാണ്. തണ്ടാർ മലർ എന്ന വാക്കിന്റെ അർത്ഥം താമരപ്പൂ. മലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവ് എന്നാണ് അർത്ഥം അല്ലെ. അപ്പോ തണ്ടാർ മലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരപ്പൂ. രാജാവിന് തോന്നുകയാണ്, അവൻ ആ കൈ നീട്ടിയപ്പോൾ ഓരോരോ വിരലുകളായി അവൻ വിടർത്തുന്നത് കണ്ടപ്പോൾ ഇതൊരു താമരപ്പൂവാണോ? പ്രഭാതത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമരപ്പൂവുമായിട്ടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്.
ചോദിച്ചിരിക്കുന്നതാണ് സാദൃശ്യകൽപ്പന. കുട്ടിയുടെ കൈയെ എന്തുമായിട്ടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? താമരപ്പൂവുമായാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഓരോ പോയിന്റുകളും അടക്കി അടക്കി എഴുതാൻ പറ്റണം. കളിപ്പാട്ടം വാങ്ങാനായി കൗതുകത്തോടെ കുട്ടി എന്ത് ചെയ്യാണ്? കൈ നീട്ടി. വിളക്കി ചേർത്തതുപോലെയാണ് അവന്റെ വിരലുകൾ. കുട്ടിയുടെ കയ്യിലെ ചോരത്തുടുപ്പ് കണ്ടിട്ട് പ്രഭാതത്തിൽ ചുവപ്പ് പടർന്നു കിടക്കുന്ന അന്തരീക്ഷത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവ് പോലെ തോന്നി. അതാണ് സാദൃശ്യകൽപ്പന. താമരപ്പൂവ് പോലെ തോന്നി. അതാണ് എന്ത്? സാദൃശ്യകൽപ്പന. അപ്പൊ ഇതിലെ സാദൃശ്യകൽപ്പന എഴുതാനായിരിക്കും ചോദിക്കുക. അപ്പൊ ആ ഒരു ചോദ്യം നിങ്ങളിലേക്ക് കിട്ടി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം SSLC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇതാണ്. തിരികാട്ടി ആശ്രമ വിരുദ്ധ വൃത്തിനി ചെറുപാമ്പ് ചന്ദന മരത്തിനെന്ന പോൽ വെറുതെ വിശുദ്ധതര സത്വ സൗമ്യമാം പിറവിക്ക് ദോഷമുളവാക്കി വെക്കലാം. ഇതാണ് SSLC പരീക്ഷയ്ക്ക് ചോദിച്ച ശ്ലോകം. ഇതില് എന്തിനെ എന്തായിട്ടാണ് സാദൃശ്യപ്പെടുത്തുന്നത്, എന്തായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. തെറികാട്ടി ആശ്രമ വിരുദ്ധ വൃത്തിനി, ആശ്രമത്തിന് വിരുദ്ധമായ പ്രവൃത്തിയാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സർവ്വധമൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇങ്ങനെ ആശ്രമത്തിന് ചേരാത്ത പ്രവൃത്തി നീ കാണിക്കുന്നത് കൊണ്ട് നിന്നെ എനിക്ക് തോന്നുകയാണ് ഒരു ചന്ദനമരത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒരു ചെറുപാമ്പ് പോലെ തോന്നുകയാണ് എന്ന് പറയുകയാണ്. ചന്ദനമരത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ. ചന്ദനമരത്തിന് നല്ലൊരു സുഗന്ധവും നല്ലൊരു മണവും അല്ലെ, നല്ലൊരു മണവും നല്ലൊരു കുളിർമയും നല്ലൊരു തണലും ഒക്കെ ഉള്ളതാണ് ഈ ചന്ദനമരത്തിൽ. ഈ ചന്ദനമരത്തിന്റെ അടുത്ത് ചെല്ലാനും അതിനെ ഒന്ന് തൊട്ടു നോക്കാനും ഒന്ന് രസി നോക്കാനും ഒക്കെ എല്ലാവർക്കും തോന്നും. പക്ഷേ അതിലൊരു പാമ്പ് ചുറ്റി പിടിച്ചു കിടന്നാൽ അതിന്റെ അടുത്തേക്ക് ആരും പോകില്ല അല്ലെ. ആശ്രമത്തിൽ എല്ലാവർക്കും പോകാൻ താല്പര്യമുള്ള ഒരു സ്ഥലമാണ് ആശ്രമം. അപ്പൊ അവിടെ ആശ്രമത്തെ ചന്ദനമരമായും ചെറുപാമ്പായിട്ട് ബാലനെയുമാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ആലോചിക്കാം. ആശ്രമത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ചെറുപാമ്പ് പോലെ അല്ലെങ്കിൽ ചന്ദനമരത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന പാമ്പിനെ പോലെയാണ് ആശ്രമത്തിൽ ആര് ജീവിക്കുന്നത്? ബാലൻ ജീവിക്കുന്നത്. അവന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ്. ആശ്രമത്തിന് ചേരാത്ത സ്വഭാവമാണ് നിന്റെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാദൃശ്യകൽപ്പന അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നോക്കാം. കുട്ടി ആശ്രമത്തിൽ കുസൃതി കാട്ടുന്നതിന് ചന്ദനമരത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന പാമ്പുമായി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം എഴുതാൻ പറഞ്ഞത്. ചന്ദനമരമായി പറഞ്ഞിരിക്കുന്നത് ആശ്രമത്തെയും ചെറുപാമ്പായി പറഞ്ഞിരിക്കുന്നത് കുട്ടിയെയുമാണ്. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചിരിക്കാന് ഈ ഒരു ശ്ലോകവും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതും നിങ്ങളിലേക്ക് കിട്ടി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത പ്രത്യേകത വരികയാണ്. പുരുവംശ രാജാക്കന്മാരുടെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഉത്തരം വരുന്നത്. പുരുവംശത്തിലാണ് ആര് ജനിച്ചത്? ദുഷ്യന്ത മഹാരാജാവ് ജനിച്ചത് അല്ലെ. അപ്പൊ ആ രാജാവിന്റെ പ്രത്യേകതയും പുരുവംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെ അത്രയും പ്രത്യേകതയും ഇവിടെ കിടക്കുന്നുണ്ട്. ധരണി ഭരണത്തിനായി മുന്നം പുരുസൗധങ്ങളിൽ വാണതിന്നു ശേഷം തരുമൂല ഗൃഹസ്ഥരായി ചരിപ്പു പുരുവംശോദ്ഭവ രേഖപത്നിയോടെ. അങ്ങനെയാണ് ആ ശ്ലോകം വരുന്നത് അല്ലെ. ധരണി ഭരണത്തിനായി. ധരണി എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ചോദിക്കാറുണ്ട്. ധരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി എന്നാണ് അല്ലെ. ധരണീ ഭരണം, ഭൂമിയെ ഭരിക്കുന്നവരാണ് ആര്? രാജാക്കന്മാര് അല്ലെ. മുന്നം പുരുസൗധങ്ങളിൽ, മുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പണ്ട് അവിടുത്തെ രാജാക്കന്മാര് ചെയ്തിരുന്ന പ്രത്യേകതയെ കുറിച്ച് പറയാണ്. ഏത് രാജാക്കന്മാര്? പുരുവംശത്തിൽപ്പെട്ട രാജാക്കന്മാര്. എന്താണ് അവർ ചെയ്തിരുന്നത്? നോക്കാം. ഒരു കാലഘട്ടത്തിനു ശേഷം ഭരണം അനന്തരാവകാശികൾക്ക് കൈമാറി ഭാര്യയുമൊത്ത് കാട്ടിൽ കുടിൽ കെട്ടി ലളിതമായി ജീവിതം സ്വീകരിക്കുന്നു. അത്രയേ ഉള്ളൂ അല്ലെ. ഒരു കാലഘട്ടത്തിന് ശേഷം ഭരണമൊക്കെ നല്ല രീതിയിൽ നടത്തിയതിന് ശേഷം അനന്തരാവകാശികൾക്ക് അല്ലെ മക്കൾക്ക് ഭരണം കൈമാറിയതിന് ശേഷം അവർ കാട്ടിലേക്ക് പോകും. ഒറ്റയ്ക്കാണ് പോകുന്നത്? അല്ല, ഭാര്യയെയും കൊണ്ടുപോകും. എന്തിനാണ് പോകുന്നത്? ആർഭാട ജീവിതമൊക്കെ ഉപേക്ഷിച്ച് അവർ ലളിതമായി ജീവിക്കാൻ വേണ്ടി അല്ലെ. ആർഭാട ജീവിതമൊക്കെ ഉപേക്ഷിച്ച് ലളിതമായി ജീവിക്കാൻ വേണ്ടി കാട്ടിൽ പോയി കുടില് കെട്ടി ജീവിക്കുകയാണ് അവരവിടെ അല്ലെ. ഇതിനെ പറയുന്ന ഒരു പേരാണ് വാനപ്രസ്ഥം. എന്താണ് വാനപ്രസ്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരുവംശത്തിലെ രാജാക്കന്മാർ ഒരു കാലം കഴിയുമ്പോൾ തന്റെ മക്കൾക്ക് എന്ത് ചെയ്യാണ്? ഭരണം കൈമാറിയതിനു ശേഷം കാട്ടിൽ പോയി കുടില് കെട്ടി ലളിതമായ ജീവിതം നയിക്കുന്നു. ഇതിനെയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. ഇത്രയും ആലോചിച്ചിരിക്കാനോ. അപ്പൊ ധരണീ ഭരണത്തിനായി എന്ന് പറയുന്ന ശ്ലോകവും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്, കൃത്യമായി കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അതിൽ ഏത് രാജവംശത്തെ കുറിച്ചാണ് പറയുന്നത്? പുരുവംശത്തെ കുറിച്ചാണ് പറയുന്നത്. പുരുവംശ രാജാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. അത്രയും കാര്യങ്ങൾ കിട്ടി അല്ലെ. അടുത്തൊരു കാര്യം വരികയാണ്. നാളുകൾക്ക് ശേഷം
നമ്മുടെ ശകുന്തളയെ ദുഷ്യന്തൻ കാണുകയാണ്. ശകുന്തളയെ ദുഷ്യന്തൻ കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അവളുടെ രൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഇങ്ങനെയായിരുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. ആ ഒരു ശ്ലോകവും വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കാം. മലിനം വസനദ്വയം വ്രതത്താൽ മെലിവേറ്റ് കുഴൽ കറ്റയൊറ്റയായി പല നാളിവളുണ്ട് കാത്തിടുന്നു ഗലനാമെന്റെ വിയോഗ ദീക്ഷ സാധ്വി. അവൾ സാധ്വിയാണ് എന്ന് പറയുകയാണ് അല്ലെ. സാധ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യവതിയാണ് അവൾ പുണ്യം ചെയ്തവന്. പക്ഷേ ഞാൻ ഗലനാണ്. രാജാവ് സ്വയം പറയാണ് ഞാനൊരു ദുഷ്ടനാണ്, കുറെ നാളായിട്ട് ഇവിടെ എന്നെയും കാത്തിരിക്കുകയാണ്. അങ്ങനെ അവളിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് ആ മാറ്റം നോക്കാം. മലിനം വസനദ്വയം, മലിനമായ രണ്ട് വസ്ത്രങ്ങൾ ഉടുത്തത്. ആദ്യമായിട്ട് ശകുന്തളയെ കുറെ നാളുകൾക്ക് ശേഷം ആദ്യമായി കാണുമ്പോൾ ശകുന്തള മലിനമായ രണ്ട് വസ്ത്രങ്ങളാണ് ഉടുത്തിരിക്കുന്നത് അല്ലെ. മലിനമായ രണ്ട് വസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ടാണ് ശകുന്തള വന്നത് അല്ലെ. ആദ്യകാലത്ത് കച്ചയും മുണ്ടുമാണ് ഉടുത്തിരുന്നത് അല്ലെ. അപ്പൊ അതിനെയാണ് ആ രണ്ട് വസ്ത്രങ്ങൾ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അവൾ എങ്ങനെയാണ്? വ്രതത്തിലാണ് അല്ലെ. മലിനം വസനദ്വയം വ്രതത്താൽ, വ്രതം നോറ്റുകൊണ്ട് അവൾക്ക് എന്ത് പറ്റിയിട്ടുണ്ട്? മെലിവേറ്റ്, അവൾ ആകെ മെലിഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ കിട്ടി അല്ലെ. മലിനമായ രണ്ട് വസ്ത്രങ്ങളാണ് അവൾ ഉടുത്തിരിക്കുന്നത്. അവൾ വ്രതം നോറ്റത് കൊണ്ട് ആകെ മെലിഞ്ഞിരിക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യം രാജാവ് കാണുന്നത് കേട്ടോ. അതിനുശേഷം പറയുകയാണ് മുടി ജട പിടിച്ച് മുന്നിലേക്ക് ഇട്ടിരിക്കുകയാണ്. അവളുടെ മുടി ആകെ ജട പിടിച്ചിട്ടുണ്ട്. സൗന്ദര്യമൊന്നും അവൾക്ക് നോക്കാൻ തോന്നുന്നില്ല. കാരണം എന്താണ്? വിരഹ ദുഃഖത്തിലാണ് അവള് അല്ലെ. രാജാവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി, തന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അവൾ അത്രയും എന്ത് ചെയ്യുകയാണ്? വ്രതം നോൽക്കുകയാണ്. അതുകൊണ്ട് സൗന്ദര്യമോ മുടിയുടെ സൗന്ദര്യമോ ഒന്നും നോക്കാൻ അവൾക്ക് പറ്റിയിട്ടില്ല. മുടി ആകെ ജട പിടിച്ചുകൊണ്ട് അവൾ മുന്നോട്ടിട്ടിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് രാജാവ് തന്നെ പറയുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാനൊരു ദുഷ്ടനാണ് അല്ലെ. ഇത്രയും എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന അവളെ ഞാൻ തഴഞ്ഞു കളഞ്ഞെങ്കിൽ ഞാനൊരു ദുഷ്ടനാണ് അല്ലെ. അങ്ങനെ എന്റെ ദുഷ്ടനായിട്ടുള്ള എന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പവിത്രവതിയായ അല്ലെ, പവിത്ര ഹൃദയായിട്ടുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ പുണ്യവതിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകവും അവസാനിക്കുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് വരികയാണ്. അടുത്ത ശ്ലോകം ശ്രദ്ധിക്കുക. മോഹമകന്നു തെളിഞ്ഞേൻ മോഹന തനു വന്നു നീയുമെന്നരുകിൽ രാഹുവിനെ വിട്ട് ചന്ദ്രൻ രോഹിണിയോടൊത്തുചേർന്നു ഭാഗ്യവശാൽ. ഇങ്ങനെയാണ് ആ ശ്ലോകം തുടർന്നു പോകുന്നത് അല്ലെ. മോഹമകന്നു തെളിഞ്ഞേൻ മോഹന തനു വന്നു നീയുമെന്നരികിൽ. അവർക്കിടയിൽ ഒരു ശാപം ഉണ്ടായിരുന്നു അല്ലെ. അവർക്കിടയിൽ എന്തുണ്ടായിരുന്നു? ഒരു ശാപം ഉണ്ടായിരുന്നു. ആ ശാപത്തിൽ അവർ രണ്ടുപേരും അകന്ന് ജീവിക്കുകയായിരുന്നു. അവരങ്ങനെ അകന്ന് ജീവിച്ചതിന് ശേഷം ഇപ്പോൾ അവർ ഒരുമിക്കുകയാണ്. ആ ഒരുമിക്കുന്നതിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. എന്തുമായാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? അതാണ് നമുക്ക് പ്രധാനം. മോഹമകന്നു തെളിഞ്ഞേൻ മോഹനതനു വന്നു നീയുമെന്നരുകിൽ രാഹുവിനെ വിട്ട് ചന്ദ്രൻ രോഹിണിയോടൊത്തുചേർന്നു ഭാഗ്യവശാൽ. അപ്പൊ അവിടെ രണ്ടുപേര് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അല്ലെ. ചന്ദ്രനും രോഹിണിയും, ചന്ദ്രനും രോഹിണിയും അല്ലെ. അപ്പൊ ഇവിടെ ചന്ദ്രനായിട്ട് ആരെയായിരിക്കും സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ടാവാ? ഒരു ചെറിയ കഥ പറയാം. അത് പറയുമ്പോ മനസ്സിലേക്ക് വരും അല്ലെ. ചന്ദ്രന് മൊത്തത്തിൽ 27 ഭാര്യമാരുണ്ട്. എത്ര ഭാര്യമാരുണ്ട്? ഒരു 27 ഭാര്യമാര്. എന്താ 27 ഭാര്യമാരെന്ന് പറയാൻ കാരണം? ഒന്നുമില്ല, നമ്മൾക്കൊക്കെ എന്തുണ്ട്? ജനന നക്ഷത്രങ്ങളുണ്ട് അല്ലെ. ആ ജനന നക്ഷത്രങ്ങളൊക്കെയും ചന്ദ്രന്റെ ഭാര്യമാരാണ് എന്നാണ് പറയാ. അതിൽ ചന്ദ്രൻ ഏറ്റവും പ്രിയപ്പെട്ടത്, ചന്ദ്രന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രോഹിണിയാണ്. അപ്പോ രാഹുബാധയേറ്റ് അല്ലെ, ഒരു മറ സംഭവിച്ച് ചന്ദ്രന്റെ ഗ്രഹണ സമയത്ത് ഒരു മറ വരും. ഈ മറ വന്നതിന് ശേഷം ആ മറ പോയി കഴിയുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ രോഹിണിയോട് അടുത്തേക്ക് ചെല്ലുന്നത് പോലെയാണ് ദുഷ്യന്തൻ ഇപ്പൊ ആരുടെ അടുത്തേക്ക് പോയിരിക്കുന്നത്? ശകുന്തളയുടെ അടുത്തേക്ക് പോയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടല്ലോ. ചന്ദ്രന് 27 ഭാര്യമാരുണ്ടെന്നും അവിടെ ഒരു മറ, ഇവിടത്തെ മറ എന്താണ്? നമ്മുടെ പാഠഭാഗത്തിലെ മറ എന്താണ്? മറവിയാണ് അല്ലെ. മറവി സംഭവിച്ചു. മറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാപം. ആരുടെ ശാപം? ദുർവാസാവിന്റെ ശാപം. അപ്പൊ അവിടെ ചന്ദ്രനെ മറയ്ക്കുന്നത്, ചന്ദ്രനായി അവിടെ ആരെയാണ്? ദുഷ്യന്തനെയും രോഹിണിയായി അവിടെ ശകുന്തളയുമാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഒപ്പം മറവി, മറവിയാണ് ആര്? ആ രാഹുബാധ എന്ന് പറയുന്നത് മറവിയാണ് എന്നുള്ളതും സാദൃശ്യപ്പെടുക. ഇനി നമ്മള് എഴുതാൻ ഭാഗത്തിനൊന്ന് എത്തുകയാണ്. നോക്കാം.
ഗ്രഹണം ബാധിച്ചതിനു ശേഷം ആ മറ നീക്കി ചന്ദ്രൻ പുറത്തു വരുമ്പോൾ 27 ഭാര്യമാരിൽ ഏറ്റവും പ്രിയപ്പെട്ട രോഹിണിയെ കാണുന്നത് പോലെയാണ് ആരെ കണ്ടത്? ശകുന്തളയെ ദുഷ്യന്തൻ കണ്ടത്. ശാപം എന്ന മറ നീക്കി ദുഷ്യന്തൻ ശകുന്തളയോട് ഒത്തുചേരുന്നു എന്നാണ് സൂചിപ്പിക്കുന്ന അർത്ഥം, അല്ലെ? മറ നീക്കി, ശാപം എന്ന മറ നീക്കി ദുഷ്യന്തൻ ശകുന്തളയോട് ഒത്തുചേരുന്നു. ശാപം എന്ന മറ നീക്കി, അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ സാദൃശ്യ കൽപ്പന കിട്ടിയിട്ടുണ്ടാവും. ചന്ദ്രനും രോഹിണിയും കിട്ടിയോ? ഇത്രയും കിട്ടി, അല്ലെ? അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് കേട്ടോ. ഏറ്റവും അവസാനത്തെ ശ്ലോകം, അല്ലെ? ഒരു 10-15 ശ്ലോകങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ചുരുങ്ങിയ ഒരു 5 എണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെയും അവിടെ കിടക്കുന്നുണ്ട്. അതൊന്നും പ്രധാനപ്പെട്ടതല്ല എന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. നോക്കാം. ഏറ്റവും അവസാനത്തെ ശ്ലോകം ഇങ്ങനെയാണ് വരുന്നത്. പുരന്ദര സമൻ കാന്തൻ ജയന്ത സദൃശ്യൻ സുതൻ ചൊല്ലാമാശിസ് മറ്റെന്ത് പൗലോമി തുല്യാകെ നീ. ഇങ്ങനെയാണ് ഏറ്റവും അവസാനത്തെ ശ്ലോകം വരുന്നത്, അല്ലെ? അപ്പോ മാരീച ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മാരീചൻ ആരാണ്? കശ്യപൻ തന്നെയാണ്, അല്ലെ? ഇന്ദ്രന്റെ പിതാവാണ്. ഇന്ദ്രന്റെ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കശ്യപ ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ ആശംസിക്കുകയാണ്. എങ്ങനെയാണ് ആശംസിക്കുന്നത്? പുരന്ദ സമൻ കാന്തൻ. കാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് എന്നാണ്, അല്ലെ? അപ്പൊ നിനക്ക് കിട്ടിയിരിക്കുന്ന ഭർത്താവ് എങ്ങനെയുള്ളവനാണ്? പുരന്ദ സമനാണ്. പുരന്ദൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രന് സമം, അല്ലെ? ഇന്ദ്രൻ എന്നാണ് പുരന്ദന്റെ അർത്ഥം. അപ്പൊ പുരന്ദന് സമമായിട്ടുള്ള, പുരന്ദനെ പോലെ, ഇന്ദ്രനെ പോലെയുള്ള ഒരു ഭർത്താവിനെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെ? ഇന്ദ്രനെ പോലെയുള്ള ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടി. എന്നിട്ട് പറയുകയാണ് ജയന്ത സദൃശ്യൻ സുതൻ. സുതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ എന്നാണ് അർത്ഥം, അല്ലെ? അപ്പോ ഇന്ദ്രന്റെ മകനായ ജയന്തൻ എന്ന് പറയുന്ന അതേ മകനെ പോലെ തന്നെയുള്ള ഒരു മകനെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇന്ദ്രനെ പോലെ ഒരു ഭർത്താവിനെയും കിട്ടി, ജയന്തൻ, അല്ലെ? ജയന്തനെ പോലെയുള്ള ഒരു മകനെയും നിനക്ക് കിട്ടി. എന്നിട്ട് പറയുകയാണ് ചൊല്ലാം ആശിസ് മറ്റെന്ത്. ഇതിൽ കൂടുതൽ ആശംസ ഞാൻ നിനക്ക് എന്താണ് നൽകേണ്ടത്? പൗലോമി തുല്യാകെ നീ. നീ ആരാണ്? പൗലോമിയെ പോലെയാണ്. അപ്പൊ ആരായിരിക്കും പൗലോമി? അല്ലെ? ഇന്ദ്രന്റെ ഭാര്യയാണ് പൗലോമി. ഇന്ദ്രന്റെ മകനെ പോലെയുള്ള ഒരു മകനെയും കിട്ടി, ഇന്ദ്രനെ പോലെയുള്ള ഒരു ഭർത്താവിനെയും കിട്ടി. നീ പൗലോമിക്ക് തുല്യാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇന്ദ്രന്റെ കുടുംബത്തിന് തുല്യാണ്, ഇന്ദ്രന്റെ ഭാര്യയെ പോലെ തന്നെയാണ് നീ. ഇതിലും നല്ലൊരു ആശംസ എന്താണ് നൽകുക എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ശുഭപര്യവസായിയായിട്ട് നമ്മുടെ 7ാം അംഗം അവസാനിക്കുകയാണ്, അല്ലെ? ഇതൊരു സംസ്കൃത നാടകമാണ്. സംസ്കൃത നാടകം ഇങ്ങനെ വേദിയിൽ അവതരിപ്പിക്കുന്നത് പോലെ അംഗങ്ങളായിട്ട് 7ാം അംഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെ? തുടർന്ന് ഇനിയും അംഗങ്ങളുണ്ട്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കുക. ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഇന്ദ്രനെ പോലെ ഒരു ഭർത്താവിനെയും ഇന്ദ്രന്റെ മകനായ ജയന്തനെ പോലെ ഒരു മകനെയും നിനക്ക് കിട്ടി. നീ ഇന്ദ്രന്റെ ഭാര്യയായ പൗലോമിയെ പോലെ ആയിരിക്കുന്നു. ഇതിലും നല്ലൊരു ആശംസ നിനക്ക് എന്താണ് ഞാൻ നൽകേണ്ടത്? അങ്ങനെ പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ പാഠഭാഗം അവസാനിക്കുകയാണ്, അല്ലെ? ഇങ്ങനെയാണ് നമ്മുടെ പാഠഭാഗം അവസാനിക്കുന്നത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളൊക്കെയും നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവുമെന്ന് കരുതുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇത്രയും ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഈ ശ്ലോകങ്ങൾ അത്രയും കാണാതെ പഠിച്ചു വെക്കുക, അല്ലെ? ശ്ലോകങ്ങൾ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കാണാതെ പഠിക്കുക, അല്ലെ? ആ ഒരു ശ്ലോകം തന്നുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ ആരെയൊക്കെയായാണ് പറയുന്നത്, അതിലെ സാദൃശ്യ കൽപ്പന എന്താണ്, എന്തിനെ എന്തൊക്കെയായി പറയുന്നു എന്നുള്ളത് പഠിക്കുക. കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാതെ വായിച്ച് മനപ്പാഠം പഠിക്കാനല്ല, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അർത്ഥമാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. ശകുന്തളയെ കുറിച്ച് പഠിച്ചു വെക്കുക, സർവ്വധമനെ കുറിച്ച് പഠിച്ചു വെക്കുക, ദുഷ്യന്തനെ കുറിച്ച് പഠിച്ചു വെക്കുക, ഐതിഹ്യം മനസ്സിലാക്കിയിരിക്കുക. പ്രധാനപ്പെട്ട വരികൾ അത്രയും നമ്മളിപ്പോ എടുത്തു പറഞ്ഞു. ആ പ്രധാനപ്പെട്ട വരികളൊക്കെ തന്നെ മനസ്സിലാക്കിയിരിക്കുക. പാഠഭാഗത്തിന്റെ പേര് ഋതുയോഗം എന്നാണ്. ഋതുയോഗം എന്ന് പറഞ്ഞാൽ വസന്തകാലത്തിന്റെ ആഗമനം എന്നാണ് അർത്ഥം. ഇതൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇത്രയും ഭാഗ്യത്തിൽ നിന്നേ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ. ഇത്രയും മനസ്സിലായാൽ തന്നെ ഒട്ടുമിക്ക ചോദ്യങ്ങളും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു പാഠഭാഗമാണ്. ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു പാഠഭാഗമാണ്. അത്രയും പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഇത്രയും ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.